വലിയ ദുരുദ്ദേശമില്ലെങ്കിൽ പോലും സത്യത്തിൽ എന്താണ് അദ്ദേഹം ആ പ്രവർത്തകനെ ഒന്ന് വാം ചെയ്യിക്കാൻ വേണ്ടി എടുത്ത ഒരു തന്ത്രപരമായ ചില പ്രസ്താവനകളാണ്. പക്ഷേ ആ പ്രസ്താവനകളിൽ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാജി സ്വീകരിച്ചു. ആരാ ചോദിച്ചത്? ചോദിച്ചു എന്തോ ചർച്ചകൾ നടത്തുമെന്നാണ് പറഞ്ഞത്. ആ അതിന്റെ ഭാഗമായിട്ടാണോ രാജി? ഇതിന് സംഭവിച്ച വീഴ്ച എന്താണ് താങ്കൾ തന്നെ പറയുന്നു? അതിൽ ഞങ്ങൾ ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ഇല്ലില്ല, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ കാര്യവും ചർച്ചയുടെ എല്ലാ വിശദാംശവും മാധ്യമങ്ങളോട് പറയാൻ നിങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ദുരുദ്ദേശമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ അപ്പോൾ പിന്നെ അതിൻ്റെ കാരണം എന്താണ്? ദുരുദ്ദേശമില്ല എങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. ദുരുദ്ദേശമില്ല എങ്കിൽ പിന്നെ എന്താണ്? പാർട്ടി അത് ദോഷമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. ഇനി ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ പറ്റും. ഉറക്കം നടിക്കുന്നവരെ എത്ര വിളിച്ചാലും കുലുക്കി വിളിച്ചാലും ഉണർത്താൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവിയുടെ രാജി KPCC നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ വിഷയമടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. അതിനുശേഷമുള്ള KPCC അധ്യക്ഷൻ്റെ പ്രതികരണമാണ് വീഴ്ച സംഭവിച്ചത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലായി പാലോട് രവിയുടെ പരാമർശം എന്നുള്ള കാര്യമാണ് സണ്ണി ജോസഫ് വിശദീകരിക്കുന്നത്.